ജയിലർ 2 ക്ലൈമാക്സിൽ ട്രിയോ, അതായത് രജനി, ഷാറുഖ്, മോഹൻലാൽ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ കമൽഹാസൻ പടത്തിൽ ലാലേട്ടൻ വരുന്നു. പൃഥ്വിരാജിന്റെ ഒരു ഹൊറർ പടം. സോ ഹേ എവരിവൺ, ഐ ആം എ ഹ്യൂമൻ ഹിയർ. അപ്പോൾ പാട്രിയോട്ടിന്റെ ബഡ്ജറ്റ് കേട്ട് കണ്ണും വായും തുറന്നിരിക്കുകയാണ് മലയാള ഇൻഡസ്ട്രി. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ മോഹൻലാലും മമ്മൂട്ടി മെയിൻ റോളിൽ വരുന്ന പടമാണല്ലോ പാട്രിയോട്ട്. സോ ഈ പടത്തിന്റെ ബഡ്ജറ്റ് ഏകദേശം 140 കോടി രൂപയാണ്. അതായത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ചിത്രമാണ് പാട്രിയോട്ട്. ആൻഡ് ഈ പടത്തിൽ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര എന്നിവരൊക്കെ മെയിൻ കാസ്റ്റ് ആയിട്ട് വരുന്നത്. ഇനി സൂര്യയുടെ നെക്സ്റ്റ് പടമായിട്ടുള്ള കറുപ്പിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ കറുപ്പ് മെയ് 1 റിലീസ് ചെയ്യാനാണ് ഇതിന്റെ ടീം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് OTT പ്ലാറ്റ്ഫോമിലേക്ക് 2 വലിയ ടീംസാണ് പടം കണ്ട് ഇഷ്ടപ്പെട്ടേക്കുന്നതെന്നാണ് RJ ബാലാജി, അതായത് ഈ പടത്തിന്റെ ഡയറക്ടർ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, 10 ദിവസത്തിനുള്ളിൽ ഈ പടത്തിന് മേജർ അപ്ഡേറ്റ്സ് എല്ലാം തരുമെന്ന്. ഭൂതകാലം ബ്രഹ്മയുഗം ഡേയ്സറയ്ക്ക് ശേഷം രാഹുൽ സദാശിവന്റെ നെക്സ്റ്റ് ഹൊറർ പടം വിത്ത് പൃഥ്വിരാജ്. സോ രാഹുൽ സദാശിവൻ ഒരുക്കുന്ന പുതിയ ഹൊറർ പടത്തിൽ പൃഥ്വിരാജാണ് നായകനായിട്ട് വരുന്നത് എന്ന് റിപ്പോർട്ട് വരുന്നുണ്ട്. ആൻഡ് ഹീറോയിനായിട്ട് എത്തുന്നത് മഞ്ജു വാര്യർ ആണെന്നും പറയുന്നു. കമൽഹാസൻ പടത്തിൽ മോഹൻലാൽ നായകനായിട്ട് വരുന്നു. സോ രാജ് കമൽ ഫിലിംസ് ഇന്റർനാഷണൽ നിർമ്മിക്കുന്ന ചിത്രത്തിൽ മോഹൻലാൽ നായകനായിട്ട് ഒരു പടം വരുന്നു എന്ന് റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ആൻഡ് ഈ പടത്തിൽ കമൽഹാസൻ, ലാലേട്ടൻ കോംബോയും പ്രതീക്ഷിക്കാം. കാരണം കമൽഹാസൻ പടമാണല്ലോ, അല്ലെങ്കിൽ രാജ് കമൽ ഫിലിംസിൻ്റെ പടമാണല്ലോ. ആൻഡ് ഈ പടം ഡയറക്റ്റ് ചെയ്യാനായിട്ട് ടോപ്പ് ലിസ്റ്റിലുള്ളത് നിഹാസ് ഹിദായത്താണ്, അതായത് നമ്മുടെ RDXൻ്റെയൊക്കെ ഡയറക്ടർ. ആൻഡ് ഈ പടം 2027 പടം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അമൽ നീരദ് ബാച്ചിലർ പാർട്ടി 2 പറ്റിയുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഈ പടത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് കൊണ്ടും ക്യാമിയോസ് കൊണ്ടും സമ്പന്നമായിട്ടുള്ള ഒരു പടമാണ് ഡ്യൂ. ലൈക്ക് കുഞ്ചാക്കോ ബോബൻ, നസ്ലിൻ, സൗബിൻ ഷാഹിർ, ഷൈൻ ടോം ചാക്കോ, ടൊവിനോ, ഹൻസിക, എക്സെട്ര. ആൻഡ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ബാച്ചിലർ പാർട്ടിയിലെ അയ്യപ്പൻ്റെ ക്യാരക്ടർ മാത്രം മതി ഈ പടത്തിൻ്റെ റേഞ്ച് മനസ്സിലാക്കാനായിട്ട്. സോ ഡ്യൂവിനെ പറ്റി വരുന്ന അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, ഡ്യൂവിൻ്റെ ടീം ഇപ്പോൾ ഈ പടം റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് 2026 ഒക്ടോബർ 15 പടം റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ അമൽ നീരദ് സംഭവം. ജയിലർ 2 ക്ലൈമാക്സിൽ രജനീകാന്ത്, മോഹൻലാൽ, ഷാറുഖ് ഖാൻ എന്നിവർ ഒന്നിച്ചെത്തുന്നു. സോ നെൽസൺ ഒരുക്കുന്ന ജയിലർ 2 രജനീകാന്ത്, ഷാറുഖ് ഖാൻ ഒന്നിക്കുന്നു. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ ചിത്രത്തിന്റെ ക്ലൈമാക്സിലാണ് രജനീകാന്ത്, മോഹൻലാൽ, ഷാറുഖ് ഖാൻ എന്നിവർ ഒന്നിച്ച് സ്ക്രീനിലെത്തുന്നത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട്സ് വരുന്നത്. സോ ടോട്ടലി പറഞ്ഞാൽ ഓറ ഫാമി. ആൻഡ് ഇവർക്കൊപ്പം ശിവരാജകുമാറും ഉണ്ടാവും. അതുപോലെ തന്നെ വിജയ് സേതുപതി, സുരാജ് വെഞ്ഞാറമൂട് എന്നിവരൊക്കെ ഈ പടത്തിൽ ഒരു മേജർ റോൾ ചെയ്യുന്നുണ്ട്. ബട്ട് എന്തൊക്കെ പറഞ്ഞാലും പടത്തിൽ പക്കാ ഒരു പ്ലോട്ട് ഇല്ലെങ്കിൽ പടം പാളും. സോ വി ട്രസ്റ്റ് നെൽസൺ. ഇനി ഒരു ടോപ്പ് റെമ്യൂണറേഷനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ടോപ്പ് എന്ന് പറഞ്ഞാൽ പോരാ, റെക്കോർഡ് റെമ്യൂണറേഷൻ. സോ ലോകേഷ് കനകരാജ് ആൻഡ് അല്ലു അർജുൻ കോംബോയിൽ വരുന്ന പടമാണ് 8823. ആൻഡ് ഈ പടത്തിൽ മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള അനിരുദ്ധാണ് റെക്കോർഡ് റെമ്യൂണറേഷൻ വാങ്ങുന്നത്. ഏകദേശം 25 കോടിയാണ് അനിരുദ്ധ് ഈ ഫിലിമിന് വേണ്ടി വാങ്ങുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, ഹീസ് വൺ ഓഫ് ദ ടോപ്പ് ടയർ മ്യൂസിക് ഡയറക്ടർ ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ ഈ പടത്തിൻ്റെ BGM പക്ക സീനായിട്ട് ട്രെൻഡിങ്ങിൽ പോവുകയാണ്.